ഇത് ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം കൂടിയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറും കൂടിയാണ്. അതായത് നമുക്ക് അവിടുന്ന് ഓൺ കോൾ വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നാരായൺ എന്ന വ്യക്തിയെ നമ്മുടെ ഷേഖ് സായിദ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പോയ ആളുകളാണ്. പോയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് അദ്ദേഹത്തെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലീസിനെ അറിയിക്കുകയും ഫർദറായിട്ട് നമ്മൾ ജില്ലാ കളക്ടറെയും വിളിച്ച് അവിടെ നിന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടാണ് നമ്മൾ DMO ത്രൂ ആയിട്ട് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റിന്, അതായത് അവരുടെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 1 മാസത്തോളമായി ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇൻ കേസ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിജീവിക്കുകയാണെങ്കിൽ, ആ ഒരു ക്യാൻസറിൽ നിന്ന് അതിജീവിക്കുകയാണെങ്കിൽ നമ്മൾ ട്രസ്റ്റിലേക്ക് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സിസ്റ്ററായ കമലയ്ക്ക് വാക്കും കൊടുത്തതാണ്. അതിനനുസരിച്ചാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം നമുക്ക് ഫോൺ കോൾ വന്ന് മരിച്ചു. അതനുസരിച്ച് നമ്മൾ അവിടെ സിസ്റ്റർക്ക് വിളിച്ചു, നിങ്ങൾ ആ ബോഡിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ തയ്യാറായില്ല. നമ്മൾ ഓൾറെഡി വാക്ക് കൊടുത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്ത ഒരു കർമ്മം കൂടിയാണ്.